മോദിയുമായി US പ്രസിഡന്റ് പിണങ്ങിയത് നൊബേലിന്റെ പേരിലെന്ന് ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ട്. സമാധാന നൊബേൽ പുരസ്കാരത്തിന് തന്നെ നാമനിർദ്ദേശം ചെയ്യണമെന്ന് ട്രംപ് മോദിയോട് ആവശ്യപ്പെട്ടു. ഇന്ത്യ പാക് സംഘർഷം അവസാനിപ്പിച്ചത് ട്രംപ് ആണെന്ന് സമ്മതിക്കാനും സമ്മർദ്ദമുണ്ടായി. മോദി ട്രംപിന് വഴങ്ങാത്തതിന്റെ പേരിലാണ് തീരുവ ഭീഷണി തുടങ്ങിയതെന്ന് ന്യൂയോർക്ക് ടൈംസ് പറയുന്നു. BK സുഹൈൽ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകും. സുഹൈൽ, ഇവിടെ ട്രംപിന്റെ പിണക്കത്തിന് പിന്നിലെ കാരണം എന്താണെന്ന് ഇപ്പോൾ വ്യക്തമാവുകയാണോ? ദിവ്യ, ഇന്ത്യയും അമേരിക്കയും തമ്മിൽ സമീപകാലത്ത് ഏറ്റവും വലിയ ഒരു വിടവിലേക്ക് പോവുകയാണ്. അതോടൊപ്പം ഇന്ത്യ ചൈനയോട് അടുക്കുകയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയിലേക്ക് പോവുകയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി കൂടിക്കാഴ്ച നടത്താൻ ഒരുങ്ങുകയും ചെയ്യുന്ന ഘട്ടത്തിലാണ് അമേരിക്കൻ മാധ്യമമായ ന്യൂയോർക്ക് ടൈംസ് ഒരു പ്രത്യേക റിപ്പോർട്ട് തന്നെ പുറത്തുവിട്ടിരിക്കുന്നത്. ഈ റിപ്പോർട്ടിൽ എന്തുകൊണ്ടാണ് ട്രംപ് മോദിയുമായി തെറ്റുന്നത് എന്നതിൻ്റെ അടിസ്ഥാന കാരണങ്ങൾ കണ്ടെത്തുകയാണ് ഈ ലേഖനം. അതിലേറ്റവും പ്രധാനമായി പറയുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സംഘർഷമുണ്ടായ ഘട്ടത്തിൽ അത് അവസാനിച്ച ആ സമയത്ത് നരേന്ദ്രമോദിയുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ ഒരു ഫോൺ കോൾ, അതാണ് ഇതിൻ്റെ അടിസ്ഥാന കാരണം എന്നാണ് ന്യൂയോർക്ക് ടൈംസിൻ്റെ റിപ്പോർട്ട്. അത് പ്രകാരം ജൂൺ 17 നടത്തിയ ആ ഫോൺ കോളിൽ ഈ യുദ്ധം അവസാനിപ്പിച്ചത്, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഈ സംഘർഷം അവസാനിപ്പിച്ചത് താനാണ് എന്നും അക്കാര്യത്തിൽ പാകിസ്ഥാൻ തന്നെ സമാധാന നൊബേലിന് നാമനിർദ്ദേശം ചെയ്യുന്നു എന്നും അതേപോലെ തന്നെ നരേന്ദ്രമോദിയും ഇക്കാര്യത്തിൽ തന്നെ നൊബേൽ സമ്മാനത്തിന് നാമനിർദ്ദേശം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു എന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത്. നമ്മൾ കണ്ടതാണ്, പിന്നീട് പാകിസ്ഥാൻ ആ ഒരു ട്രംപിന്റെ നിർദ്ദേശം അംഗീകരിക്കുകയും പാകിസ്ഥാൻ ട്രംപിന് സമാധാന നൊബേൽ നൽകണം എന്ന് ശുപാർശ ചെയ്യുകയും ചെയ്തു. പക്ഷേ അക്കാര്യം ഡൊണാൾഡ് ട്രംപിന്റെ മുമ്പിൽ സമ്മതിക്കാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തയ്യാറായില്ല എന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത്. എന്ന് മാത്രമല്ല, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ 75 വർഷത്തിലധികമായി നീണ്ടു നിൽക്കുന്ന കശ്മീർ വിഷയത്തിലുള്ള ആ പ്രശ്നം പരിഹരിച്ചത് ട്രംപാണ് എന്നുള്ള പലതവണയുള്ള ഈ ആവർത്തിച്ചുള്ള ഈ ഒരു അവകാശവാദം അത് മോദിക്ക് സഹിച്ചില്ല എന്നും അത് ദഹിച്ചില്ല എന്നും അത് സമ്മതിച്ചില്ല എന്നും ഈ റിപ്പോർട്ട് പറയുന്നു. യഥാർത്ഥത്തിൽ ആ ഫോൺ കോളിൽ ട്രംപിന്റെ നിർദ്ദേശത്തോട് അംഗീകരിക്കാത്തത് കൊണ്ടാണ് തമ്മിൽ തെറ്റിയത് എന്നും കുറെ കാലമായി പരസ്പരം ഫ്രണ്ടായി അഭിസംബോധന ചെയ്തിരുന്ന നരേന്ദ്രമോദിയും ഡൊണാൾഡ് ട്രംപും അതോടുകൂടി ആ ബന്ധം അവസാനിച്ചു, താൽക്കാലികമായി പിണക്കത്തിലേക്ക് മാറി എന്ന് റിപ്പോർട്ട് പറയുന്നു. അതിനുശേഷമാണ് യഥാർത്ഥത്തിൽ തീരുവ, ഇരട്ടി ചുങ്കമടക്കമുള്ള കാര്യങ്ങൾ ഇങ്ങോട്ട് പ്രഖ്യാപിക്കുന്നതും പലതരത്തിലുള്ള ഭീഷണികളിലേക്ക് ട്രംപ് പോകുന്നതും എന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത്. അതിനുശേഷമാണ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ പാടില്ല എന്നും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തിയില്ല എങ്കിൽ 50% വരുന്ന തീരുവ ഏർപ്പാടാക്കും എന്ന അടക്കമുള്ള ഭീഷണികളിലേക്ക് ട്രംപ് പോയത്. എന്ന് മാത്രമല്ല, പല കാരണങ്ങളിൽ ഒന്ന് മാത്രമാണ് ഈ ഫോൺ കോൾ പറയുന്നത്. അതിനുശേഷം വ്യാപാര ചർച്ചകളിലേക്ക് കടക്കുന്നു. ആ ചർച്ചകളിൽ ഇന്ത്യയും US തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ, ആ കരാറിന്റെ ചർച്ചകളിലെല്ലാം തന്നെ കൂടുതൽ കർക്കശമായ ഉപാധികളിലേക്ക് അമേരിക്ക പോകുന്നു. 25% തീരുവ ഏർപ്പെടുത്തുമെന്ന് ആദ്യം പ്രഖ്യാപിക്കുന്നു. പിന്നീട് അതിപ്പോൾ 50% എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിന്റെ ആദ്യത്തെ ഒരു കടമ്പ എന്ന് പറയുന്നത് നൊബേൽ സമ്മാനത്തിന്റെ പേരിലുള്ള തർക്കമാണ്. അതിന് ട്രംപിനെ സമ്മതിക്കാത്തത് കൊണ്ടാണ് എന്നുള്ളതാണ് പറയുന്നത്. നമുക്കറിയാം, ഈ സംഘർഷം മാത്രമല്ല, ലോകത്തെ 6 യുദ്ധങ്ങൾ താൻ 6 മാസം കൊണ്ട് അവസാനിപ്പിച്ചു എന്നാണ് ട്രംപിന്റെ ഒരു അവകാശവാദം. അത് തായ്വാനും കംബോഡിയയും തമ്മിലുള്ള യുദ്ധമുണ്ട്, അതേപോലെ തന്നെ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷമുണ്ട്. അങ്ങനെ ലോകത്തെ ആകെ സംഘർഷങ്ങൾ എടുത്തു നോക്കിയാൽ തന്റെ 6 മാസ കാലയളവിൽ താൻ 6 യുദ്ധങ്ങൾ അവസാനിപ്പിച്ചു എന്ന അവകാശവാദം, അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നായി ട്രംപ് പറയുന്നത് ഇന്ത്യ പാക് സംഘർഷമാണ്. ആ സംഘർഷത്തിൽ പക്ഷേ പാകിസ്ഥാൻ അത് സമ്മതിച്ചു കൊടുത്തെങ്കിലും ഇന്ത്യ സമ്മതിച്ചു കൊടുക്കാൻ കഴിയാത്തതാണ് ഈ ഒരു അമർഷത്തിന് കാരണം എന്നുള്ളത് തന്നെയാണ് ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. അല്ല, ഇതിൽ സുഹൈലി, അങ്ങനെയൊരു റിപ്പോർട്ട് ന്യൂയോർക്ക് ടൈംസിൽ വന്നിട്ടുണ്ടാവുക, അത് ട്രംപിനോട് അടുത്ത വൃത്തങ്ങളിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കുമോ? ട്രംപിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാകും ആ റിപ്പോർട്ട് നൽകുന്നത്. സ്വാഭാവികമായും അതിന്റെ കുറേയേറെ വിശദാംശങ്ങൾ, അതിന്റെ ഡേറ്റും അതേപോലെ തന്നെ എന്താണ് ആ സംസാരത്തിൽ ഉണ്ടായത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ ഒരു റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ കുറേ കാലമായി ഈ നൊബേൽ സമ്മാനം എന്നതിൽ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് മാത്രമല്ല അദ്ദേഹത്തിന്റെ മാഗ ക്യാമ്പ്, മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന ക്യാമ്പ് പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ കുറേ വർഷമായി ട്രംപിന്റെ മുകളിൽ ഉണ്ടായിരുന്ന പലതരത്തിലുള്ള ഇമേജുകൾ മാറ്റിയെടുത്ത് ട്രംപിനെ ഒരു ആഗോള സമാധാനത്തിന്റെ അംബാസഡറായി അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഈ ഒരു മാഗ ടീം ലക്ഷ്യം വെക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കുന്ന അടക്കമുള്ള പലതരത്തിലുള്ള ക്യാമ്പയിനുകളിലേക്ക് ട്രംപ് കടന്നത്. പക്ഷേ എല്ലാ യുദ്ധങ്ങളും അവസാനിപ്പിച്ച ട്രംപിന് യുക്രൈൻ യുദ്ധത്തിലും ഗസ യുദ്ധത്തിലും പൊള്ളി നിൽക്കുകയാണ്. ആ ഒരു സന്ദർഭത്തിൽ കൂടിയാണ് ഇപ്പോൾ
സമാധാനം ഉണ്ടാക്കാൻ വേണ്ടിയും അതേപോലെ തന്നെ പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയും ഇപ്പോൾ തുടങ്ങിയ ആ ഒരു കാര്യം ഇപ്പോൾ ഇന്ത്യയും ബദ്ധവൈരികളായിരുന്ന ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഒരു അടുപ്പത്തിലേക്കും അതേപോലെ തന്നെ കൂടിക്കാഴ്ചയിലേക്കും കാര്യങ്ങൾ നീങ്ങുന്നത് അത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഏറെ ആഘാതമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഷാങ്ഹായ് ഉച്ചകോടിയിലേക്ക് ഇപ്പോൾ നരേന്ദ്രമോദി പറക്കുകയാണ്. അവരെത്തിക്കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ഷീ ജിൻപിങ്ങുമായി കൂടിക്കാഴ്ച നടത്തുകയാണ് ട്രംപ്. കഴിഞ്ഞ ദിവസം ജപ്പാനിൽ സന്ദർശനം നടത്തുകയും ജപ്പാനുമായി കൂടുതൽ അടുക്കും എന്ന് പ്രഖ്യാപിക്കുന്നു. അപ്പോൾ അമേരിക്ക ഒരു ഭാഗത്ത് മാറി നിന്നാലും മറുഭാഗത്ത് പുതിയ സഖ്യങ്ങൾ ഉണ്ടാക്കാനുള്ള നീക്കങ്ങൾ ഇന്ത്യ സജീവമായി തന്നെ നടത്തുന്നു. ട്രംപിന് മുമ്പിൽ വഴങ്ങേണ്ടതില്ല എന്ന നിലപാടിലേക്ക് പോകുന്നു. നമുക്കറിയാം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു സംഘർഷം ഒരു ബാഹ്യ സമ്മർദ്ദത്തിന്റെ അടിസ്ഥാനത്തിൽ പരിഹരിക്കപ്പെടരുത് എന്നുള്ളത് തന്നെയാണ് ഇന്ത്യയുടെ ഒരു നിലപാട്. അല്ലെങ്കിൽ അതിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലെ സംഘർഷം പ്രശ്നങ്ങൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ തന്നെ പരിഹരിക്കും എന്നുള്ളതാണ് കാലങ്ങളായി നമ്മൾ എടുക്കുന്ന ഒരു നിലപാട്. ആ നിലപാടിനെ മാറ്റിമറിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് രംഗത്ത് വന്നാലും സമ്മതിക്കില്ല എന്നുള്ളതാണ്. സ്വാഭാവികമായും അത് നരേന്ദ്രമോദി ആഭ്യന്തര തലത്തിലുണ്ടാക്കുന്ന ഒരു ആഘാതം വലുതായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് അതിൽ സമ്മതിക്കാതിരിക്കുന്നതും ട്രംപിന് മുമ്പിൽ വഴങ്ങാതിരിക്കുന്നതും. അതുകൊണ്ട് തന്നെ ചൈനയോട് അടുക്കാൻ പോവുകയാണ് ഏതായിരുന്നാലും ഇന്ത്യ. അടുത്ത ദിവസങ്ങളിൽ ചൈനയിൽ വെച്ച് നടക്കുന്ന ഷാങ്ഹായ് ഉച്ചകോടിയോട് അനുബന്ധമായി ട്രംപും അതേപോലെ തന്നെ ഷീ ജിൻപിങ്ങും തമ്മിലുള്ള കൂടിക്കാഴ്ച നടത്തുകയാണ്. ഈ കൂടിക്കാഴ്ച ലോകമാകെ വളരെ കൗതുകത്തോടു കൂടിയാണ് നോക്കിക്കാണുന്നത്. കാരണം ഇത്രയും കാലം സംഘർഷത്തിൽ ഏർപ്പെട്ടിരുന്ന ഇന്ത്യയും ചൈനയും തമ്മിൽ അടുക്കുമ്പോൾ എന്തൊക്കെയാണ് മാറ്റങ്ങൾ ഉണ്ടാവുക, അത് ലോക രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, അതിനെ യു എസ് മാത്രമല്ല യു എസിന്റെ കൂടെ നിൽക്കുന്ന സഖ്യകക്ഷികൾ യൂറോപ്യൻ യൂണിയൻ അതേപോലെ തന്നെ ജപ്പാൻ പോലെയുള്ള രാജ്യങ്ങൾ, ക്വാഡ് ഉച്ചകോടിയിലെ മറ്റു രാഷ്ട്രങ്ങൾ, ഇവരെല്ലാം തന്നെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്, അത് ഇന്ത്യക്ക് ഗുണകരമായി മാറുമോ, ഇന്ത്യയും ചൈനയും തമ്മിൽ അടുക്കുമ്പോൾ കൂടുതൽ ഏറെ കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ചും സാമ്പത്തിക രംഗത്തുണ്ടാകുന്ന വലിയ മാറ്റങ്ങൾ, ഇന്ത്യക്ക് കൂടുതൽ ചെറിയ വിലക്ക് കൂടുതൽ ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ, അതേപോലെ തന്നെ ടിക്ടോക്ക് അടക്കമുള്ള കാര്യങ്ങൾ വരെ യൂത്തിനിടയിലടക്കം വലിയ ചർച്ചയാണ്. ഇന്ത്യയും ചൈനയും തമ്മിൽ അടുക്കുമ്പോൾ വീണ്ടും ടിക്ടോക്ക് വരുമോ എന്നതടക്കമുള്ള ചർച്ചകൾ. അപ്പോൾ ഇങ്ങനെ രാഷ്ട്രീയ രംഗത്തും സാമ്പത്തിക രംഗത്തും സാമൂഹ്യ രംഗത്തും എല്ലാം വലിയ പ്രത്യാഘാതങ്ങളും അതേപോലെ തന്നെ വലിയ ചലനങ്ങളും ഉണ്ടാക്കാൻ പോകുന്ന ചില മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്. അമേരിക്ക ഒട്ടും വഴങ്ങുന്നില്ല. 50% എന്ന തീരുവയിൽ നിന്നിറങ്ങാൻ ട്രംപ് സന്നദ്ധമാകുന്നില്ല. മറുഭാഗത്ത് ചൈനയുമായുള്ള കൂടുതൽ അടുപ്പത്തിലേക്ക് ഇന്ത്യ പോകുന്നു. അങ്ങനെ ആഗോള രാഷ്ട്രീയത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതാണ് ഇപ്പോൾ നടക്കുന്ന സംഭവവികാസങ്ങൾ. യെസ്, നൊബേൽ ആ സ്വപ്നം കുറച്ചു നാളായി ട്രംപിന്റെ മനസ്സിലുണ്ട്. അതിനായി പല രീതിയിലുള്ള നീക്കങ്ങളും നടത്തുന്നുണ്ട്. പക്ഷേ അതിന് മോദിയുടെ സപ്പോർട്ട് കിട്ടാത്തതിനെ തുടർന്നാണ് ട്രംപ് മോദിയുമായി പിണങ്ങിയത് എന്നാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത്.